ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാമെന്നാണ് കേട്ടോ വീട്ടിൽ തന്നെ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബാറ്ററി ബൈക്കിൽ നിന്ന് ഊരിയെടുക്കുക. അപ്പോൾ നമുക്കതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 വാൾട്ടിൻ്റെ അഡാപ്റ്ററാണ് കേട്ടോ. ഔട്ട്പുട്ട് 2 ആമ്പ് വരുന്ന, മിനിമം 1.5 വരണം കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ 2 വയർ വേണം കേട്ടോ. അതായത് അഡാപ്റ്ററിൽ നിന്ന് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 വയർ വേണം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ യെല്ലോ വയർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 യെല്ലോ വയർ തന്നെ എടുത്തത്. നിങ്ങൾക്ക് നോർമലി വരുന്ന പോലെ തന്നെ റെഡും ബ്ലാക്കും എടുക്കാം കേട്ടോ. അതായത് റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും വരുന്ന പോലെ. അത് അഡാപ്റ്ററിലും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. അതായത് എക്സ്ട്രാ എടുക്കുന്ന വയറിലെ റെഡും അഡാപ്റ്ററിലെ റെഡും എക്സ്ട്രാ എടുക്കുന്ന ബ്ലാക്കിലെ വയറും അഡാപ്റ്ററിലെ ബ്ലാക്ക് വയറുമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ റെഡ് വയർ അതായത് പോസിറ്റീവ് ബാറ്ററിയിലെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക, ബ്ലാക്ക് വയർ ബാറ്ററിയിലെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക. ആ ബാറ്ററിയുടെ സൈഡിൽ തന്നെ പ്ലസും മൈനസും എഴുതിയിട്ടുണ്ട് കേട്ടോ. പ്ലസ് പോസിറ്റീവും മൈനസ് നെഗറ്റീവും അത് നോക്കി നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ അഡാപ്റ്ററിൽ LED ഉള്ളതാണെങ്കിൽ ഇതുപോലെ LED ബ്ലിങ്ക് ചെയ്യട്ടെ. അപ്പോൾ കണക്ഷൻ കറക്റ്റ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി ഒന്നുമില്ല, പ്ലഗിലിടുക, നോർമലായിട്ട് ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്യുക. ഒരു 5-6 മണിക്കൂർ ചാർജ് കിട്ടാൻ വേണ്ടി, എന്നിട്ട് തിരിച്ച് വണ്ടിയിൽ കണക്ട് ചെയ്താൽ മതി.